ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു ഫ്രണ്ട്സുമായിട്ടുള്ളൊരു ഗെറ്റ് ടുഗദർ ആണ്. എനിക്കറിയത്തില്ല, ഈ ഒരു മന്ത് ഇങ്ങനെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനെ കാണാനും ഒക്കെ ഉള്ളൊരു സിറ്റുവേഷൻസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ദേവിയുടെ വീട്ടിലാണ്. ശരിക്കും ഞാൻ ഈ വീടിൻ്റെ ഹോം ടൂറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കോളേജ് ടൈമിലത്തെ എൻ്റെ രണ്ട് ഗുഡ് ഫ്രണ്ട്സ്, എൻ്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിനെ നമ്മൾ മീറ്റ് ചെയ്യുവാണ്. നമ്മൾ കോളേജ് ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് 9 ഇയേഴ്സായി. അപ്പം 9 ഇയേഴ്സിന് ശേഷം ഒന്നും അല്ല അവരെ കാണുന്നത്. ഇടയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, എൻ്റെ കല്യാണത്തിനൊക്കെ രണ്ടുപേരും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നൊരു പ്രോപ്പർ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ പോലെയാണ്. അപ്പോൾ ഇപ്പോൾ ദേവിയുടെ വീട്ടിലാണ്. ബെൻസി വന്നപ്പോൾ ഞാൻ ആക്ച്വലി കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം എനിക്ക് ഇൻട്രോ എടുക്കാനും ബെൻസിയുടെ വന്ന് എടുക്കാനും ഒന്നും പറ്റിയില്ല. അപ്പോൾ അവർക്ക് 2 പേർക്കും ബേബീസ് ഉണ്ട്. അപ്പോൾ അവർ 2 പേരും ഉണ്ട്. അപ്പോൾ ഞാൻ അവരെ കാണിക്കാം. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം. ഓക്കെ, ഹലോ, ഹായ്. ബെൻസിയുടെ മോനാണ് ദേവി. ഹായ് ബെൻസി. ഹായ്. അപ്പോൾ ഇതാണ് ദേവിയും ബെൻസിയും. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു. ദേവി ആക്ച്വലി എൻ്റെ ചാനൽ 2 വീഡിയോയിൽ വന്നിട്ടുണ്ട്. ബെൻസി പക്ഷെ ഫസ്റ്റ് ടൈം അല്ല, ഇടയ്ക്കൊക്കെ കുറച്ച് അപ്പിയറൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ദേവി എന്തെടുക്കുക? ഞാൻ ടാങ്ക് കളിക്കും. അപ്പം ബെൻസി പറ, ഹാപ്പി അല്ലേ? അപ്പോൾ നമ്മൾ ഒത്തിരി 9 വർഷത്തിന് ശേഷം ഒന്നും അല്ല കാണുന്നേ. അതുകൊണ്ട് നമുക്കങ്ങനെ അല്ലടാ അത്രയും ഒരു ഗ്യാപ്പ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെന്താ, ദേവിയുടെ മോളുണ്ട്, മോളിപ്പോൾ വരും. ഇത് ബെൻസിയുടെ മോനാണ് കേട്ടോ. ഓക്കെ, ദേവിയുടെ ബേബി വരുന്നുണ്ട്. ഹായ് ദത്താത്തു. ഹായ് ഹായ്. ഒരു ഹായ് പറഞ്ഞേ ആൻറ്റിയുടെ വ്ലോഗിൽ. എന്നെ അറിയാമല്ലോ, എൻ്റെ പേരെന്തുവാ? മേഘ ചേച്ചി. ഓ ചേച്ചിയാണ് ഞാൻ. എന്നോട് ചേച്ചി ലുക്കുണ്ടെന്ന് തോന്നുന്നു. താങ്ക് യു. ഇതാരാ നോക്കിയേ? എന്നെ അറിയത്തില്ലയോ? ഇന്നാൾ കണ്ടില്ലായിരുന്നോ? കല്യാണത്തിന് കണ്ടില്ലായിരുന്നോ? അമ്മയുടെ ഫ്രണ്ടാ. ഇത് എൻ്റെ ഫ്രണ്ടിന്റെ മോനാ. ഇത് പരിചയപ്പെട്ടെ. ആദ്യം ഒരു ഇച്ചിരി നാണാണോ അവിടെ? എന്തൊടുക്കുമായിരുന്നു അവിടെ? ആദ്യം കാർട്ടൂൺ കാണുന്നത്. 2 പേരും ഫാമിലി ആയിട്ടിരിക്കുന്നു. ഫാമിലിയുടെ അല്ല, കിഡ്സുമായിട്ടിരിക്കുന്നു. ഇവിടെ നമ്മളിങ്ങനെ ഒരു റൂമിലൊക്കെ ആയിട്ട് ഇപ്പം നോക്കിയല്ലേ, ദേവിക്ക് ഒരു മോള്, ബെൻസിക്ക് ഒരു മോന് അല്ലേ? എന്തൊരു മെമ്മറി അല്ലേ? നമ്മുടെ പഴയ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാനിവിടെ പിപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, പോയി മേടിക്കാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇത്രയും നേരം കഥയൊക്കെ പറയുമായിരുന്നു. ഷമുവൽ വരൂ, ഇവിടെ വരൂ. ദത്താത്ത് ഇവിടെ വരൂ. ആൻറ്റിയുടെ യൂട്യൂബ് ചാനലിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ മേഘ ആൻറ്റിയുടെ? ഇല്ലയോ? അതെന്താ ചെയ്യാൻ? സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രയും നേരം കഥയൊക്കെ പറയുമായിരുന്നു അല്ലേ? ആൻറ്റിമാർ കഥ പറയുമായിരുന്നു. അപ്പം നമ്മൾ ഉച്ചയായി ഗൈസ്. ഞാനും ദേവിയും ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് ഓർഡർ ചെയ്തേക്കുവാണ്. നമ്മൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോവാം അല്ലേ ഷമുവൽ? ചിക്കൻ ബിരിയാണി ഇഷ്ടമാണോ? ഓക്കെ, അപ്പം ഞങ്ങൾ കഴിക്കുമ്പോൾ കാണാം. ഇത് ദേവിയുടെ ദത്താത്തു, ഇത് ബെൻസിയുടെ ഷമുവൽ. ദേവി, നമ്മൾ എവിടുന്നാ ബിരിയാണി മേടിച്ചത്? ചൂനാട് പുട്ടികടയിൽ നിന്നാണ്. ബെൻസി വിശക്കുന്നുണ്ടോ? ഷമുവൽ ഒറ്റയ്ക്ക് കഴിക്കുകയാണ്. ഗുഡ് ബോയ് അല്ലേ? കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. ഇഷ്ടപ്പെട്ടോ? ഓക്കെ, സൂപ്പർ. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ ഇത്ര നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഒത്തിരി നേരം സംസാരിക്കുമായിരുന്നു അല്ലേ? ഒത്തിരി നേരം സംസാരിച്ച സാധനങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഇങ്ങനെ പുറത്ത് ഞങ്ങളുടെ പ്രൈവറ്റ് ടോക്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ദേവി, ഇത് 2 പേരും ഞാൻ ഒന്നുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദേവി, ബെൻസി 2 പേരും എൻ്റെ വ്ളോഗിൽ ഇടുമ്പോൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കോളേജ് 4 വർഷം ഒരു റൂം ഷെയർ ചെയ്ത ആൾക്കാരാണ്. കുറച്ച് വർഷങ്ങളെ എന്താ പറയാ, വിഷുവിന് ദേവി കൃഷ്ണ അതിന്റെ ഒരു ഫോട്ടോ പോലും ഇല്ല.
ഇല്ല എനിക്ക് ശരിക്കും നമ്മുടെ കാലത്ത് അല്ലടാ നമ്മുടെ കാലത്തിൽ നമുക്ക് അത്രയും മെമ്മറീസ് ഇപ്പൊ കോളേജിൽ കാണിക്കാൻ പറ്റില്ല. എല്ലാം പോയി. ഒത്തിരി ഡാൻസ് വീഡിയോസ് എല്ലാം അതുപോലുള്ള അതെ കുറച്ചെന്തോ സെൽഫി മാത്രമൊക്കെ ഉള്ളൂ. സോ നമ്മൾ കോളേജ് ഇറങ്ങിയിട്ട് ഒരു 9 years ആയിട്ടുണ്ട് കറക്റ്റ്. അതായത് ആൾമോസ്റ്റ് ഒരു ഡെക്കേഡായി. അപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിലും ഈവൻ അവർക്കാണെങ്കിലും കോളേജ് ടൈമിലത്തെ മെമ്മറീസ് എല്ലാം ഫെയ്ഡായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കൂടിയപ്പോഴാണ് നമ്മൾ ആ സമയത്തെ മെമ്മറീസ് ഫൺ മെമ്മറീസ് എല്ലാം ഒരു ഫ്ലാഷ് ബാക്ക് പോലെ നമ്മുടെ മനസ്സിലേക്ക് വരുമായിരുന്നു. കൂടാതെ നമുക്ക് ഒത്തിരി ടോപ്പിക്സ് ഉണ്ടായിരുന്നു സംസാരിക്കാൻ. നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാപ്പ് കൊടുക്കാതെ അത്രയും നേരം സംസാരിച്ചു. സമയം പോയത് അറിഞ്ഞതേ ഇല്ല. അപ്പം എനിവേയ്സ് എനിക്ക് കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ ആകെ കൂടി ഒരു വർത്തിയായിട്ട് തോന്നിയിട്ടുള്ള 2 ആൾക്കാരാണിവർ. ബട്ട് സ്റ്റിൽ കുറച്ച് പേരൊക്കെ ഉണ്ട് നമ്മുടെ ഓർമ്മയിൽ. അപ്പോൾ ഇതൊരു ഗുഡ് ടൈം ആൻഡ് ഗുഡ് മെമ്മറി ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈവനിങ് ആയപ്പോൾ ദേവി ചായ ഇടാനുള്ള പരിപാടിയാണ്. സോ നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറേ നേരം ഇരുന്ന് കഥ പറഞ്ഞു. അപ്പോൾ എനിവൈസ് താങ്ക് യു ദേവി ആൻഡ് ബെൻസി ഫോർ മേക്കിംഗ് ദ എഫേർട്ട് ഫോർ ദിസ് മീറ്റപ്പ്. കാരണം ഇപ്പോൾ ആർക്കും അങ്ങനത്തെ മീറ്റപ്സിനൊന്നുമുള്ള ഒരു എഫേർട്ടും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ എടുക്കാൻ പോലും വയ്യ. അത്രത്തോളം എല്ലാവരും ലൈഫിൽ ബിസിയാണ്. പക്ഷെ എന്നാലും നമ്മുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പും ഈ ഒരു കോണ്ടാക്റ്റും ഇനിയും കീപ്പ് ചെയ്ത് പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിവൈസ് 2 പേർക്കും അവരുടെ ഫ്യൂച്ചറിൽ ഒരു ഹാപ്പി ആൻഡ് ബ്യൂട്ടിഫുൾ ടൈം ഞാൻ വിഷ് ചെയ്യുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. മധുരക്കനവായി മാറിപ്പോയി ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ശരിക്കും അല്ലേ ഒരു ഹാഫ് ഡേ ഫുൾ സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ കഥകൾ തീരുന്നില്ല. ഇത് ശരിക്കും അങ്ങനെ കാര്യമായിട്ടുള്ള വലിയൊരു വ്ളോഗൊന്നും അല്ല, എന്നാലും നമ്മൾ കണ്ടതിൻ്റെ ഒരു മെമ്മറി ആയിട്ട് അല്ലേ ബെൻസി അല്ലേ ഹനോ ദത്താത്തു ഒരു ബായ് പറഞ്ഞേ. അപ്പം ഇനി എപ്പോഴാണ് കാണുന്നതെന്ന് നമുക്കറിയത്തില്ല അല്ലേ, എന്നാലും അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു ദേവി. Oh my God. നമ്മൾ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇനിയും സൂൺ നമുക്ക് എപ്പോഴെങ്കിലും കാണാം എന്നൊരു പ്രതീക്ഷയോടെ ഞങ്ങൾ സൈൻ ഓഫ് പറയാണ്. ടാറ്റാ ബൈ ബൈ.